എൻ്റെ പേര് റിച്ചാർഡ് ഡേവിഡ്. ഒരു രണ്ടാം തലമുറ ഇന്ത്യൻ അമേരിക്കക്കാരനാണ് ഞാൻ. മുമ്പൊരിക്കൽ ഒരു ഇൻ്റർനെറ്റ് സെലിബ്രിറ്റി ആയിരുന്നു. എനിക്ക് എങ്ങനെയാണ് പ്രശസ്തി ലഭിച്ചതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. സത്യം പറഞ്ഞാൽ ഞാനൊരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററാണ്. ഞാൻ പ്രേതങ്ങളെ അന്വേഷിക്കുകയായിരുന്നില്ല, മറിച്ച് അവ നിലവിലില്ലെന്ന് തെളിയിക്കുകയായിരുന്നു എൻ്റെ പ്രധാന ലക്ഷ്യം. ഒരു ഡോക്യുമെൻ്ററി കണ്ടതിന് ശേഷമാണ് എനിക്ക് ഈ ആശയം മനസ്സിൽ വന്നത്. ആ ഡോക്യുമെൻ്ററിയിൽ അസാധാരണ സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു സംഘം പ്രേതബാധയുള്ള ഒരിടം സന്ദർശിക്കുകയും അവിടെ ദുഷ്ടസാരത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു. ഹൊറർ സിനിമയിൽ കാണുന്നത് പോലെ അവരുടെ EMF ഉപകരണങ്ങൾ ഭ്രാന്തമായി മിന്നുന്നുണ്ടായിരുന്നു. ക്യാമറകൾ വിചിത്രമായി പ്രവർത്തിച്ചു. സാധാരണയായി പ്രേതബാധയുണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കാണാറുള്ള അതേ കാര്യങ്ങൾ തന്നെ. അന്നെനിക്ക് 22 വയസ്സായിരുന്നു. ധാരാളം ഹൊറർ സിനിമകൾ കണ്ടിരുന്ന ഞാൻ അതൊക്കെ പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഞെട്ടിക്കുന്ന രംഗങ്ങളോ ആകാംക്ഷ നിറഞ്ഞ സസ്പെൻസോ അല്ലെങ്കിൽ ഭയത്തിലേക്കുള്ള കാത്തിരിപ്പോ ഞാൻ ആസ്വദിച്ചിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം യഥാർത്ഥ ഭയത്തേക്കാൾ വലുതാണ് കാത്തിരിപ്പ്. ഞാൻ ഹൊറർ സിനിമകൾ പൂർണ്ണമായും ആസ്വദിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഗോസ്റ്റ് മിത്ത് ബസ്റ്റർ എന്ന ആശയം എനിക്ക് തോന്നിയത്. എന്നെപ്പോലെ ഒരുപാട് ആളുകൾക്ക് പ്രേതകഥകൾ ഇഷ്ടമാണെന്നും എന്നാൽ അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നില്ലെന്നും എനിക്കറിയാമായിരുന്നു. ഡോക്യുമെൻ്ററി കണ്ട അന്ന് രാത്രി തന്നെ ഞാൻ ആവേശം മൂത്ത് യൂട്യൂബിൽ ഒരു ടീസർ വീഡിയോ ഉണ്ടാക്കി. അതിന് ഗോസ്റ്റ് മിത്ത് ബസ്റ്റർ എന്ന് പേര് നൽകി. ആ വീഡിയോയിൽ ഞാൻ ബിസിനസ് ഓഫ് ഫിയർ എന്ന് വലിയ പണം വരാനുള്ള വിദ്യയാണെന്നും അവർ എങ്ങനെയാണ് തങ്ങളുടെ സിനിമകൾ സത്യകഥകളാണെന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിക്കുന്നതെന്നും സംസാരിച്ചു. ലോകത്തിലെ പ്രേതബാധകളുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രേതങ്ങളില്ലെന്ന് തെളിയിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും ഏകദേശം 10 മിനിറ്റോളം വിശദീകരിച്ചു. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ ഉണർന്നപ്പോൾ തലേദിവസം ചെയ്തതിനെക്കുറിച്ചോർത്ത് ഖേദിച്ചു. ആളുകൾ എനിക്ക് ഭ്രാന്താണെന്ന് കരുതുമെന്ന് എനിക്ക് തോന്നി. കാരണം ഇങ്ങനെയുള്ള സാഹസയാത്രകൾ നടത്തുന്ന ധാരാളം ആളുകൾ അന്നുണ്ടായിരുന്നു. വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തപ്പോൾ അതിൽ 10,000-ൽ പരം കമൻറ്റുകൾ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. മിക്ക ആളുകൾക്കും എൻ്റെ ആശയം ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ എല്ലാ കമൻറ്റുകളും വായിക്കുകയും മിക്കവയ്ക്കും മറുപടി നൽകുകയും ചെയ്തു. ഒരുപാട് പേർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ സിനിമാ മേഖലയുമായി ബന്ധമില്ലാത്തതിനാൽ തെറ്റായി പേടിപ്പിക്കുന്ന കാര്യങ്ങൾ ചേർത്ത് വീഡിയോ വ്യാജമാക്കില്ലെന്ന് പലരും വിശ്വസിച്ചു. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പക്ഷേ അന്ന് യാത്ര പോകാൻ എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. പൊതുജനങ്ങൾക്ക് സൗജന്യമായി കാണാൻ കഴിയുന്ന പ്രേതബാധയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് എൻ്റെ അനുഭവം പങ്കുവയ്ക്കുക എന്നതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. പക്ഷേ അതിലെന്താണ് പ്രയോജനം? എൻ്റെ പ്രേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണം. വീഡിയോയുടെ വിവരണത്തിൽ ഞാൻ പൊതുവായ മറുപടി രേഖപ്പെടുത്തി. എല്ലാവരുടെയും പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞു. എന്നിട്ട് ഈ ആശയം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് വിശദീകരിച്ചു. കാരണം ഞാൻ എൻ്റെ പഠനം പൂർത്തിയാക്കി. ഇപ്പോൾ ജോലിക്കായി തിരയുകയാണ്. അതുകൊണ്ട് ഈ സാഹസിക യാത്രയ്ക്ക് പണം കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആളുകൾ ഈ ദൗത്യത്തിന് പണം നൽകാൻ തയ്യാറായി. അങ്ങനെ ഞാൻ ഇൻ്റർനെറ്റ് സെലിബ്രിറ്റി ജീവിതം തുടങ്ങി. അത് 5 വർഷം നീണ്ടു നിന്നു. എൻ്റെ ടീമിനെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്ന് മാറും. അതുകൊണ്ട് ഞങ്ങൾ 4 പേരടങ്ങിയ ഒരു ടീമായിരുന്നു എന്ന് മാത്രം അറിയുക. ഞാൻ, എൻ്റെ ക്യാമറമാൻ മൈക്ക്, എൻ്റെ PR സ്റ്റേസി, പിന്നെ ജെറി എൻ്റെ ട്രിപ്പ് അഡ്വൈസറായിരുന്നു. ഞാൻ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. കാരണം അവൻ പ്രേതബാധയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഞങ്ങളുടെ അടുത്ത യാത്ര എവിടേക്കാണെന്ന് തീരുമാനിക്കുകയും യാത്രയ്ക്കുള്ള കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. അമേരിക്കയിൽ എല്ലാ മാസവും കുറഞ്ഞത് 20 പുതിയ പ്രേതങ്ങളെ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്ദർശിക്കാൻ പ്രേതബാധയുള്ള സ്ഥലങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഈ യാത്രകളിൽ ഞാനും മൈക്കും മാത്രമായിരുന്നു പോയിരുന്നത്. ഞങ്ങൾ യൂട്യൂബിൽ 400-ലധികം എപ്പിസോഡുകൾ വിജയകരമായി പൂർത്തിയാക്കി. ഒരിക്കൽ പോലും ഞങ്ങൾ അമാനുഷികമായ ഒന്നും കണ്ടില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെ രസിപ്പിക്കാൻ ഞങ്ങൾ ജംസ്കെയറുകൾ ഉൾപ്പെടുത്തിയിരുന്നു. എന്നെ കുറ്റം പറയരുത്, കാരണം അപ്പോൾ ഞാൻ വിനോദ വ്യവസായത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ. ഒരു എപ്പിസോഡ് ചിത്രീകരിച്ച് മടങ്ങിയ ശേഷം ഞാൻ ഉച്ചഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. ക്ലബ് സാൻഡ്വിച്ച് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് വാതിലിൽ മുട്ട് കേട്ടത്. എനിക്ക് നല്ല ക്ഷീണവും വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ശബ്ദം കേട്ടില്ലെന്ന് ഞാൻ നടിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ ശബ്ദം കുറച്ച് ഉച്ചത്തിലായപ്പോൾ വാതിൽ തുറക്കാൻ ഞാൻ തീരുമാനിച്ചു. ഉടൻ തുറന്നില്ല. പകരം താക്കോൽ ദ്വാരത്തിലൂടെ ഒളിഞ്ഞു നോക്കി. ഒരു നിമിഷം ഒരു സ്ത്രീയുടെ നിഴൽ ഞാൻ കണ്ടു. ആരാണെന്നറിയാൻ ഞാൻ വാതിൽ തുറന്നു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല.
ചുറ്റും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. ഏതെങ്കിലും കുട്ടി തമാശ കാണിച്ചതാണെന്ന് ഞാൻ കരുതി അതത്ര കാര്യമാക്കിയില്ല. പക്ഷേ എൻ്റെ കണ്ണ് വാതിൽ വൃത്തിയായി മടക്കി വെച്ച ഒരു ചുവന്ന ശിരോവസ്ത്രത്തിൽ ഉടക്കി. ഞാനതെടുത്ത് പരിശോധിച്ചു. അതിന് സ്വർണ്ണ നിറത്തിലുള്ള എംബ്രോയിഡറികൾ ഉണ്ടായിരുന്നു. അത് നല്ല വിലപിടിപ്പുള്ളതായി തോന്നി. ഞാൻ ശിരോവസ്ത്രം നിവർത്തി. അതിൽ നിന്ന് ഒരു കടലാസ് താഴെ വീണു. അതിൽ ഹിന്ദിയിൽ എന്തോ എഴുതിയിരിക്കുന്നു. പക്ഷേ ഹിന്ദി നന്നായി വായിക്കാൻ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് അത് പാൻകടെന്ന് വിവർത്തനം ചെയ്തു. എനിക്ക് ഹിന്ദി മനസ്സിലാകുമായിരുന്നു, ഹിന്ദി സംസാരിക്കാനും കഴിയുമായിരുന്നു. പക്ഷേ പാൻകഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്കറിയില്ലായിരുന്നു. വീണ്ടും ഗൂഗിൾ എൻ്റെ സഹായത്തിനായി എത്തി. പാൻകഡ് ഇന്ത്യയിലെ ഒരു ഗ്രാമമാണ്. ഇത് പഴയകാല കെട്ടിടങ്ങൾക്ക് പേരുകേട്ടതാണ്. പാൻകഡ് കോട്ട ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ ഒന്നായി കാണപ്പെടുന്നു. ഇതെൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്തി. ഞാനെൻ്റെ എല്ലാ എപ്പിസോഡുകളും ഇതുവരെ അമേരിക്കയിലാണ് ചിത്രീകരിച്ചിരുന്നത്. കുറച്ചു കാലമായി ഒരു വിദേശയാത്ര ആസൂത്രണം ചെയ്യുകയായിരുന്നു. ആ കടലാസ് ലഭിച്ച 2 ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ക്യാമറമാൻ മൈക്കും ഞാനും ഇന്ത്യയിലേക്ക് യാത്ര തുടങ്ങി. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം കുറച്ച് തവണ ഇന്ത്യയിൽ പോയിട്ടുണ്ട്. പക്ഷേ ജയ്പൂരിൽ പോയിട്ടില്ലായിരുന്നു. വളരെ ദൂരമുള്ളതും ക്ഷീണിപ്പിക്കുന്നതുമായ വിമാനയാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വൈകുന്നേരം ജയ്പൂരിൽ ഇറങ്ങി. 16 മണിക്കൂർ തുടർച്ചയായി ഉറങ്ങി. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പാൻകഡ് കോട്ടയിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു കാർ വാടകയ്ക്ക് എടുത്തിരുന്നു. പാൻകഡ് കോട്ട ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് 2 മണിക്കൂർ ദൂരെയായിരുന്നു. വൈകുന്നേരം ഏകദേശം 4 മണിയോടെ പാൻകഡിൽ എത്തുകയും ഇരുട്ടും വരെ രഹസ്യമായി അവിടെ തങ്ങുകയും എന്നിട്ട് ക്യാമറ പ്രവർത്തിപ്പിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ പദ്ധതി. രഹസ്യമായെന്ന് ഞാൻ പറയാൻ കാരണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രവേശന കവാടത്തിൽ ഒരു ബോർഡ് വെച്ചിരുന്നു. അതിൽ രാത്രിയിൽ ആരും കോട്ടയുടെ പരിസരത്ത് തങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. സാഹസികരെ തേടി വരുന്ന കാവൽക്കാർ സൂര്യാസ്തമയത്തിന് മുമ്പ് അവരെ പുറത്താക്കും. പക്ഷേ കോട്ട വലുതായതുകൊണ്ട് അവരിൽ നിന്ന് ഒളിച്ചിരിക്കുന്നത് അത്ര പ്രയാസമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഡ്രൈവർ രവി വഴിയിൽ പാൻകഡ് കോട്ടയെക്കുറിച്ച് കുറച്ച് പേടിപ്പിക്കുന്ന കഥകൾ പറഞ്ഞിരുന്നു. അവൻ ഞങ്ങളെ കോട്ടയുടെ അജ്മേരി പ്രവേശന കവാടത്തിന് പുറത്ത് ഇറക്കി വിട്ടു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞു. കോട്ടയിൽ കയറിയപ്പോൾ ഞങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും കണ്ടു. പക്ഷേ അവയൊന്നും നല്ല നിലയിലായിരുന്നില്ല. ഞങ്ങൾ കുറച്ചു നേരം സ്ഥലം ചുറ്റി നടന്നു. സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പ് കോട്ടയിൽ ഒളിച്ചിരിക്കാനുള്ള ഒരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു. ആരും പരിശോധിക്കാൻ വന്നില്ല. ബുദ്ധിമുട്ടുള്ള ഭാഗം കഴിഞ്ഞുവെന്ന് എനിക്ക് തോന്നി. ഇനി ക്യാമറ പ്രവർത്തിക്കുകയും റെക്കോർഡ് ചെയ്യുകയുമേ വേണ്ടൂ. പക്ഷേ എനിക്ക് തെറ്റി. ഞങ്ങളെ കാത്തിരിക്കുന്ന ഭീകരതയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നെങ്കിലെന്ന് ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു പോയി. ഞങ്ങൾ കോട്ടയിലെ ഒരു മുറിയിലായിരുന്നു. അപ്പോഴാണ് കനത്ത ഇരുട്ട് പരന്നത്. അന്ന് പൗർണമിയാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇത്രയും ഇരുട്ട് ഉണ്ടാകില്ല. മൈക്കും അതേ കാര്യം തന്നെ ചിന്തിക്കുകയായിരുന്നു. മൈക്കിന് വല്ലാത്ത പേടിയുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, റിക്ക്, ഞാൻ ഇത്രയും ഇരുണ്ട രാത്രി കണ്ടിട്ടില്ല. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്. ഞാൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. സമാധാനിക്കും മൈക്ക്, ഞാൻ മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ്. എൻ്റെ വാക്കുകൾക്ക് വലിയ വിശ്വാസ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ മൈക്ക് തിരിച്ചൊന്നും പറഞ്ഞില്ല. ഇരുട്ട് മാത്രമല്ല, കാറ്റിൻ്റെയോ ചീവീടുകളുടെയോ ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ല എന്നത് നീ ശ്രദ്ധിച്ചുവോ? മൈക്കിന് ഇത്തവണ ദേഷ്യം വന്നു. അതോ നീ പറയുന്നത് ഇന്ത്യയിൽ കാറ്റില്ലെന്നും ചീവീടില്ലെന്നും പ്രാണികളുടെ ശബ്ദമൊന്നും ഇല്ലെന്നാണോ? അവൻ്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. ആ സ്ഥലം അസ്വാഭാവികമാം വിധം നിശബ്ദമായിരുന്നു. താപനില ഏകദേശം 50 ഡിഗ്രി കുറഞ്ഞതായി എനിക്ക് തോന്നി. റിഗ്, ആ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാമോ? എനിക്ക് പേടിയാകുന്നു, മൈക്ക് ഉച്ചത്തിൽ പറഞ്ഞു. ഞാൻ അവനോട് പൂർണ്ണമായും യോജിച്ചു. എനിക്ക് പേടിയായി. ഈ സ്ഥലം എന്നെ വല്ലാതെ അസ്വസ്ഥരാക്കി. ഞാൻ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫ്ലാഷ് ലൈറ്റ് തപ്പിയെടുത്ത് മുന്നോട്ട് ചൂണ്ടി ബട്ടണമർത്തി. വെളിച്ചം ഞങ്ങളിൽ നിന്ന് വെറും 2 അടി അകലത്തിലുള്ള ഒന്നിന്മേൽ പതിഞ്ഞു. അത് 2 തലയുള്ള ഭീമാകാരനായ ക്രൂരനായ ഒരു പേപ്പട്ടിയായിരുന്നു. ഒരുതരം മൃഗം. അതിൻ്റെ പല്ലുകൾ വിചിത്രമായി തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരുതരം വയലറ്റ് നിറത്തിലുള്ള തിളക്കം അവയിൽ നിന്ന് പുറത്തു വന്നു. പല്ലുകൾ വജ്രം പോലെ മൂർച്ചയുള്ളതായിരുന്നു. അതിന് രോമങ്ങൾ വളരെ കുറവായിരുന്നു. ചുവന്ന ദേഷ്യം നിറഞ്ഞ കണ്ണുകളോടെ അത് ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനും മൈക്കും ഭയപ്പെട്ട് തളർന്നു പോയിരുന്നു. അതിൻ്റെ ദേഷ്യം നിറഞ്ഞ മുരൾച്ച കേട്ടപ്പോൾ ഞങ്ങൾ ആകെ പേടിച്ചു. ഞങ്ങൾ വേഗം ബോധം വീണ്ടെടുത്ത് മുറിയിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു. മൃഗത്തിൻ്റെ ശ്വാസം എൻ്റെ കഴുത്തിൽ തട്ടുന്നത് എനിക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു. ഏകദേശം 10 മിനിറ്റോളം ഞങ്ങൾ ഓടിക്കാണും. അത് ഞങ്ങളുടെ ഇടയിൽ നിന്ന് പോയി എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ നിന്നു. ഞങ്ങൾ ശ്വാസം കിട്ടാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. മൈക്ക് ശ്വാസം നേരെയാക്കിയതിന് ശേഷം, ഡ്യൂട്ട്, ഇത് ശരിയല്ല. നമുക്കിത് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇവിടുന്ന് പോകാം. ഈ സ്ഥലം ശരിക്കും പ്രേതബാധയുള്ളതാണ്.
ഒരു നായ നിന്നെ പിന്തുടർന്നുകൊണ്ട് മാത്രം ഈ സ്ഥലത്തിന് പ്രേതബാധയുണ്ടെന്ന് അർത്ഥമില്ല. പെണ്ണുങ്ങളെപ്പോലെ പേടിക്കാതെ, ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഒരു പേപ്പട്ടി കാരണം കഴിഞ്ഞ 5 വർഷം ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഉപേക്ഷിച്ച് എളുപ്പത്തിൽ പിന്മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മൈക്ക് ദേഷ്യത്തിൽ പറഞ്ഞു. മാൻ, നിനക്ക് ഭ്രാന്താണ്. നിൻ്റെ ജീവിതത്തിൽ എത്ര തവണ 2 തലയുള്ള നായയെ നീ കണ്ടിട്ടുണ്ട്? ഹേ, അതിൻ്റെ പല്ലുകൾ നീ കണ്ടോ? നിനക്കത് സാധാരണമായി തോന്നിയോ? നിനക്കിവിടെ നിൽക്കണമെങ്കിൽ നിന്നോ. ഞാൻ പോവുക. ഞാൻ രവിയെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാൻ പോവുകയാണ്. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ ഒറ്റയ്ക്ക് ഇവിടെ നിന്നോ. മൈക്കുമായി തർക്കിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചെവി പൊട്ടിക്കുന്ന നിലവിളി കേട്ടു. അത് മനുഷ്യൻ്റേതായിരുന്നില്ല. ഞങ്ങൾ പ്രതികരിക്കും മുമ്പേ അത് വീണ്ടും വന്നു. ഇത്തവണ മുമ്പത്തേതിനേക്കാൾ ഉച്ചത്തിൽ അടുത്തിരുന്നു. ഇത്തവണ എനിക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. മൈക്ക്, നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് വേഗം പോകാം. ഈ ശബ്ദമുണ്ടാക്കുന്ന ആ ജീവി നിമിഷങ്ങൾക്കകം നമ്മുടെ അടുത്തെത്തും. നമുക്ക് മെയിൻ എൻട്രൻസിലേക്ക് പോയി രവിയെ വിളിക്കാം. മൈക്കിൽ നിന്ന് ഒരു മറുപടിയും ലഭിച്ചില്ല. ഞാൻ ഫ്ലാഷ് ലൈറ്റ് അവന് നേരെ തെളിച്ചു. ഞാൻ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. മൈക്കിൻ്റെ വായ മനുഷ്യൻ്റെ മുടി കൊണ്ട് തുന്നിയിട്ടിരിക്കുന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് അവൻ അനുഭവിക്കുന്ന വേദനയും ഭയവും വ്യക്തമായിരുന്നു. അതുകൊണ്ട് വാക്കുകളുടെ ആവശ്യം വന്നില്ല. മൈക്കിൻ്റെ മുകളിൽ ഒരു ഡബിൾ ഡക്കർ ബസ്സിൻ്റെ അത്രയും ഉയരത്തിൽ നരകത്തിൻ്റെ ആഴത്തിൽ നിന്ന് നേരിട്ട് വന്ന ഒരു ദുർഭൂതം, തുകൽ ചർമ്മമുള്ള ആ ജീവി ഒരാൾക്ക് കാണാൻ കഴിയുന്നതിലും വെച്ച് ഏറ്റവും ഭയാനകമായ രൂപമായിരുന്നു. അത് ഒരു കൂട്ടം ഞരക്കങ്ങളും മുറമലുകളും പുറപ്പെടുവിച്ചു. അതിന് അഴുക്കുചാലിൻ്റെയും ചീഞ്ഞ മൃഗത്തിൻ്റെയും ഗന്ധമുണ്ടായിരുന്നു. അതിൻ്റെ ദുഷ്ടക്കണ്ണുകളിലെ നോട്ടം ഞാനൊരിക്കലും മറക്കില്ല. അത് ചെവികൾ വരെ നീണ്ട വൃത്തികെട്ട ചിരിയോടെ നിൽക്കുകയായിരുന്നു. അത് മൈക്കിനെ തൻ്റെ നഖങ്ങളുള്ള കൈകളാൽ പിടിച്ചിരുന്നു. അതിൻ്റെ വായിൽ നിന്ന് ഉമിനീര് ഒലിച്ചിറങ്ങി. മൂക്കിൽ നിന്ന് കഫമൊലിച്ചു. ഞാനൊരു ഭീരുവല്ല, പക്ഷേ മണ്ടനുമല്ല. മൈക്കിളിനെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. രാക്ഷസൻ എൻ്റെ സുഹൃത്തിനെ കടിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഞാൻ ഓടിപ്പോയത്. മൈക്കിൻ്റെ മരണ നിലവിളികൾ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ചിലപ്പോൾ അത് മറന്നു പോയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. എൻ്റെ കാലുകൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ ഞാൻ ഓടി. എൻ്റെ ഹൃദയവും ശ്വാസകോശവും വല്ലാതെ വേദനിച്ചു. ഓടി തളർന്ന് ഞാൻ തണുത്ത തറയിൽ മുഖം കുത്തി വീണു. എഴുന്നേക്കാൻ ഞാൻ ശ്രമിച്ചില്ല. എനിക്കതിന് കഴിഞ്ഞില്ല. അത്രയും ദൂരം ഓടിയിട്ടും ഞാനിപ്പോഴും കോട്ടയിൽ തന്നെയായിരുന്നു. പുറത്തേക്കുള്ള വഴി അടുത്തായിരുന്നില്ല. ഇനി ഒരിക്കലും പുറത്തു കടക്കാൻ കഴിയാത്ത ഒരു കെണിയിൽ അകപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. മുമ്പൊരിക്കലും കരയാത്തതുപോലെ ഞാൻ കരഞ്ഞു. എനിക്ക് വല്ലാത്ത നിസ്സഹായത തോന്നി. എൻ്റെ സുഹൃത്തിനെ ഏറ്റവും മോശമായ രീതിയിൽ മരിക്കാൻ ഞാൻ ഉപേക്ഷിച്ചിരുന്നു. അവൻ്റെ മരണത്തിന് ഞാൻ ഉത്തരവാദിയായിരിക്കുന്നു. ഞാൻ അന്ധവിശ്വാസങ്ങളെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇപ്പോൾ അന്ധവിശ്വാസം എന്നെ പിടികൂട്ടി. ഇതൊരു വലിയ വിരോധാഭാസമായിരുന്നു. ഈ സാഹചര്യത്തിലും ഞാൻ ചിരിക്കാൻ തുടങ്ങി. പിന്നെ കരഞ്ഞു. പിന്നെ അലറി. മണിക്കൂറുകളോളം ഇത് തുടർന്നു. ഒടുവിൽ എഴുന്നേക്കാൻ എനിക്ക് ശക്തി ലഭിച്ചു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ എനിക്ക് ഫ്ലാഷ് ലൈറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. രവിയെ വിളിക്കാൻ ഞാൻ ഫോൺ ഓൺ ചെയ്തു. പക്ഷേ വിധി എൻ്റെ ഭാഗത്തായിരുന്നില്ല. നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു നെറ്റ്വർക്ക് ബാർ കിട്ടാൻ ഞാൻ ചുറ്റും നടന്നു നോക്കി. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. ഞാൻ ഫോണിൽ സമയം നോക്കി. പുലർച്ചെ 3 മണിയായിരിക്കുന്നു. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 3 മണിക്കൂർ കൂടി എനിക്ക് അതിജീവിക്കണമായിരുന്നു ഈ ദുസ്വപ്നം അവസാനിക്കാൻ. ഇത് എനിക്ക് പ്രതീക്ഷ നൽകി. ഒരു ജനലോ രക്ഷപ്പെടാൻ പറ്റിയ മറ്റു വഴികളോ കണ്ടെത്താൻ ഞാൻ ചുറ്റും നോക്കി. ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു ടോർച്ചർ മുറിയായിരുന്നു. അവിടെ ചങ്ങലകളും വിലങ്ങുകളും പലതരം ചാട്ടവാറുകളും ഉണ്ടായിരുന്നു. എൻ്റെ എതിർവശത്തെ ഭിത്തിയിൽ ഒരു വാൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ രക്തം പുരണ്ടിരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ കാലിൽ എന്തോ തട്ടി. ഞാൻ താഴേക്ക് നോക്കി. എൻ്റെ ഫോണിൽ നിന്നുള്ള വെളിച്ചത്തിൽ പകുതി അഴുകിയ ഒരു രൂപം ഞാൻ കണ്ടു. അതൊരു മനുഷ്യനായിരുന്നിരിക്കാം. അവൻ പകുതിയായി മുറിച്ചിരിക്കുന്നു. അരക്കെട്ടിന് താഴെയുള്ള ഭാഗം ഉണ്ടായിരുന്നില്ല. അവൻ്റെ കണ്ണുകൾ കൺകുഴികളിൽ നിന്ന് പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. മുറിക്ക് ചീഞ്ഞ മാംസത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഞരങ്ങിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഇഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. ബച്ചാവോ ബച്ചാവോ ബാബു എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ ചവിട്ടി. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കുറച്ചു ദൂരം ഓടിയതിനു ശേഷം ഞാൻ പടികളിലൂടെ താഴേക്ക് വീണു. എൻ്റെ എല്ലൊടിയുന്ന ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ ഇടത് കൈയിൽ നിന്ന് തോളിലേക്ക് അതിശക്തമായ വേദനയുണ്ടായി. ഞാൻ കയ്യിൽ പിടിച്ച് നിലവിളിച്ചു. അപ്പോഴാണ് മൊബൈൽ ഫോൺ റിങ് ചെയ്തത്. വേദനിച്ചിട്ടും എനിക്ക് ഒരുതരം ആശ്വാസം തോന്നി. രവി ഞങ്ങളെ അന്വേഷിച്ച് വിളിക്കുന്നുണ്ടെങ്കിലോ? ഫോൺ എടുക്കാൻ കൈ നീട്ടി. മൈക്കിൻ്റെ പേര് സ്ക്രീനിൽ മിന്നുമറിയുന്നുണ്ടായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ ഫോൺ എടുത്തു. മൈക്ക് നിലവിളിക്കുകയായിരുന്നു. പിന്നാലെ മനുഷ്യൻ്റേതല്ലാത്ത നിലവിളിയും ഞാൻ കേട്ടു. ഞാൻ ഫോൺ വലിച്ചെറിഞ്ഞു. അത് കട്ടിയുള്ള എവിടെയോ തട്ടി പൊട്ടിപ്പോയി. ഞാൻ വീണ്ടും കരഞ്ഞു.
ഇതെല്ലാം അവസാനിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ മൊബൈൽ ഫോണും ഈ സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാനുള്ള എൻ്റെ പ്രതീക്ഷയും ഇല്ലാതായി. ഇനി ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് വിധിയെ കാത്തിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനി പോരാടിയിട്ട് കാര്യമില്ലായിരുന്നു. മണിക്കൂറുകളായി ഞാൻ അനങ്ങാതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദൂരെ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടത്. അതൊരു ചിലങ്കയുടെ ശബ്ദം പോലെ തോന്നി. എൻ്റെ മുത്തശ്ശിയും ചിലങ്ക ധരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ ശബ്ദം നന്നായി അറിയാമായിരുന്നു. ഓടാൻ ഞാൻ ഒരു നിമിഷം തീരുമാനിച്ചു. പക്ഷേ ഇരുട്ടിലായതുകൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ വീണ്ടും വീഴുകയും കഷ്ടപ്പെടുകയും ചെയ്യും. പകരം ഞാൻ കണ്ണുകളടച്ച് കാത്തിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ഞാനൊടുവിൽ കണ്ണുകൾ തുറന്നു. എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീ നിന്നിരിക്കുന്നു. അവളൊരു ഇന്ത്യൻ വധുവിനെ പോലെ തിളക്കമുള്ള ചുവന്ന സാരി ധരിച്ചിരിക്കുന്നു. സാരിയുടെ തുണി ഞാൻ കുറച്ചുനാൾ മുമ്പ് എൻ്റെ വാതിൽക്കൽ നിന്ന് കണ്ടെത്തിയ ശിരോവസ്ത്രത്തിൻ്റേത് ആയിരുന്നു. അവൾ നിറയെ ആഭരണങ്ങൾ ധരിച്ചിരുന്നു. ജാസ്മിൻ പൂക്കളുടെ ഗന്ധമായിരുന്നു. അവളൊരു എണ്ണവിളക്ക് കയ്യിൽ പിടിച്ച് എന്നെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം രാക്ഷസനെ കബളിപ്പിക്കുകയാണെന്ന് ഞാൻ സംശയിക്കേണ്ടതായിരുന്നു. പക്ഷേ അവളെ എനിക്ക് ഒട്ടും പേടി തോന്നിയില്ല. അവൾ മരുഭൂമിയിലെ ഒരു മരുപ്പച്ച പോലെയായിരുന്നു, ഒരു മാലാഖ. എൻ്റെ എല്ലാ ദുരിതങ്ങളും മറന്ന് അവളോട് തിരിച്ചു പുഞ്ചിരിച്ചു. എനിക്കും വധുവിനും ഇടയിലുള്ള എല്ലാ സംഭാഷണങ്ങളും ഹിന്ദിയിലായിരുന്നു. പക്ഷെ ഞാൻ അത് ലളിതമായി പറയാം. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? നിനക്ക് പേരുണ്ടോ? അവൾക്ക് ആശങ്കയുണ്ടായിരുന്നു. അതെ, എൻ്റെ കൈ ഒടിഞ്ഞു എന്ന് തോന്നുന്നു, ഞാൻ മറുപടി പറഞ്ഞു. നിനക്ക് ഇവിടെ നിന്ന് പുറത്തു കിടക്കണോ? അവൾ ചോദിച്ചു. തീർച്ചയായും. ആർക്കാണ് പുറത്തു കിടക്കാൻ ആഗ്രഹമില്ലാത്തത്? അവൾ ചിരിച്ചു. ശരി, എൻ്റെ പിന്നാലെ വരൂ. ഞാൻ നിങ്ങളെ രക്ഷപ്പെടാൻ സഹായിക്കാം. പക്ഷേ എന്ത് സംഭവിച്ചാലും പിന്നോട്ട് നോക്കരുത്, അവൾ പറഞ്ഞു. ഞാൻ അനുസരിച്ചു. ഞങ്ങൾ നടക്കുമ്പോൾ എൻ്റെ പേര് പലതവണ വിളിക്കുന്നത് ഞാൻ കേട്ടു. ഒരു തവണ എൻ്റെ അമ്മയായിരുന്നു. മറ്റൊരു തവണ മൈക്ക് സഹായം യാചിച്ച് എന്നെ വിളിക്കുകയായിരുന്നു. എന്നെ രക്ഷിക്കാൻ അപേക്ഷിച്ചു. പക്ഷെ ഞാൻ പ്രതികരിക്കാതിരുന്നപ്പോൾ അവരെന്നെ ശപിച്ചു. ഒരു ചതിയനും ഭീരുവെന്ന് ഉറക്കെ വിളിച്ചു. മൈക്കിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ എനിക്ക് വല്ലാത്ത പ്രലോഭനം തോന്നി. പക്ഷേ അവൻ മരിച്ചെന്ന് എനിക്കറിയാമായിരുന്നു. ഇതിവിടുത്തെ ദുഷ്ടശക്തി എന്നെ അവസാനമായി കെടിയിലാക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. ഞങ്ങൾ ഏകദേശം 20 മിനിറ്റോളം നിശബ്ദമായി നടന്നിട്ടുണ്ടാവും. അപ്പോഴാണ് എനിക്ക് പുറത്തേക്കുള്ള വഴി കാണാൻ കഴിഞ്ഞത്. ഞാൻ വല്ലാതെ സന്തോഷിച്ചു. വധു എന്നെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. ഇത് ഓർമ്മിച്ചോളൂ റിക്ക്, അവൻ ജീവനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നെ സ്വതന്ത്രമാക്കുന്നത് കൊണ്ട് നിൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ അവൻ സ്വന്തമാക്കാൻ വരും. അന്നെനിക്ക് അതത്ര മനസ്സിലായില്ല. എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ ദുസ്വപ്നത്തിൽ നിന്നുള്ള എൻ്റെ മോചനം മാത്രമായിരുന്നു. സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. വധുവിന് നന്ദി പറയാൻ ഞാൻ തിരിഞ്ഞു. പക്ഷേ അവളെ അവിടെയൊന്നും കണ്ടില്ല. അടുത്ത കുറച്ച് ദിവസത്തേക്ക് മങ്ങിയ ഓർമ്മയായിരുന്നു. പോലീസിന് മൈക്കിൻ്റെ മൃതദേഹമോ ക്യാമറയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കേസ് കാണാതായ ആളുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവസാനിച്ചു. എനിക്ക് സത്യം പറയാൻ കഴിഞ്ഞില്ല. ആരും എന്നെ വിശ്വസിക്കില്ലായിരുന്നു. എൻ്റെ ടീമിലുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ഉപേക്ഷിച്ചു. യൂട്യൂബിൽ നിന്ന് എല്ലാ വീഡിയോകളും നീക്കം ചെയ്തു. എനിക്ക് സംഭവിച്ചതും മൈക്കിന് സംഭവിച്ചതും ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല. ആ കുറ്റബോധം ഞാനിപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നു. പക്ഷേ ജീവിതം മുന്നോട്ട് പോകുന്നു. ആ സംഭവത്തിന് ശേഷം 4 വർഷം കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് നല്ല ശമ്പളമുള്ള ഒരു ജോലി കിട്ടി. ഇഷ്ടപ്പെട്ട ഒരാളുമായി പ്രണയത്തിലായി. വിവാഹം കഴിച്ച് ജീവിതം സാധാരണ നിലയിലായി. പക്ഷേ ഇന്ന് എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് എനിക്ക് വല്ലാത്ത ഭയമുണ്ട്.